നമസ്കാരം. ഇത് ഇന്ത്യൻ ഭരണഘടന. ഈ ഭരണഘടനയെയും അതിൻ്റെ അന്തസ്സത്തെയും മറക്കുന്നവരെ ഓർക്കാനായി ഇത് കയ്യിൽ പിടിച്ചെന്ന് മാത്രം. ജനാധിപത്യവും മതനിരപേക്ഷതയും ഇരുട്ടിലേക്ക് പോകാതെ ഈ രാജ്യത്തെ ജനങ്ങളെ കാക്കുമെന്ന് ആശ്വസിക്കാൻ ജനാധിപത്യ വിശ്വാസികളുടെ കയ്യിൽ ആകെയുള്ള പിടിവള്ളി. ഇതിന്റെ ആമുഖം ഈ നിമിഷത്തിൽ ഒന്ന് വായിച്ചുകൊണ്ട് നോ എഡിറ്റ് തുടങ്ങുന്നു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് തീയതി ജനുവരി 22. കൃത്യം 8 ദിവസം കൂടി പിന്നിട്ടാൽ ജനുവരി 30. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹിന്ദു വർഗീയവാദികൾ കൊന്നുകളഞ്ഞ രാമവിശ്വാസിയായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം. രഘുപതി രാഘവ രാജാറാം എന്ന ഭജൻ മതനിരപേക്ഷ ഭജനയാക്കിയ ഗാന്ധിയെ ഇന്നത്തെ ഭരണകൂടം ഓർക്കാനിടയില്ല. ദണ്ഡിയാത്രയുടെ ഭാഗമായ ജാതിമത ഭേദമന്യേയുള്ള മനുഷ്യരെ ഊർജ്ജസ്വലരാക്കാൻ രാമഭക്തനായ ഗാന്ധി പാടിയത് രഘുപതി രാഘവ രാജാറാം എന്നാണ്. ഗാന്ധിയുടെ ആ രാമൻ വിശ്വാസരൂപമുള്ള മനുഷ്യനെ ഭയപ്പെടുത്താത്ത രാമനായിരുന്നു. പക്ഷേ ഇന്നത്തെ ജയ് ശ്രീറാം കൊലവിളി മുദ്രാവാക്യമായി ഹിന്ദു വർഗീയവാദികൾ മാറ്റിയെടുത്തിരിക്കുന്നു. 1948 ജനുവരി 30 രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് മതഭ്രാന്തനായ ഹിന്ദു വർഗീയവാദിയായ ഗോഡ്സെ നിറയൊഴിച്ച് അദ്ദേഹം നിലംപതിക്കുമ്പോൾ അവസാനമായി പറഞ്ഞത് ഹേ റാം എന്നാണ്. ആ റാം എന്ന പദത്തിന് ഒരാളുടെ ആശ്രയത്തിന്റെയും വിശ്വാസത്തിന്റെയും അർത്ഥമായിരുന്നു. അന്നത്തെ ഇന്ത്യയിൽ ആ രാമൻ അതായിരുന്നു. എന്തിന് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഗോഡ്സെ കൊന്നുകളഞ്ഞു? ഗോഡ്സെ ആരായിരുന്നു? ഇന്ന് രാമന്റെ മൊത്തക്കച്ചവടക്കാരായ RSSന് എന്താണ് ഇതിലെ പങ്കെന്നുകൂടി ചുരുക്കി പറയണം. ഈ ദിവസത്തിൽ, ഈ നിമിഷത്തിൽ ഗാന്ധിയെ കൊലപ്പെടുത്തിയ ശേഷം ഗോഡ്സെയെ എത്തിക്കുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ വെച്ച് ഗോഡ്സെ ഗാന്ധിയുടെ ഇളയ മകനായ ദേവദാസ് ഗാന്ധിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവിനെ കൊന്നത് ഞാനാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാതകം ചെയ്തതെന്ന ദേവദാസ് ഗാന്ധിയുടെ ചോദ്യത്തിന് ഗോഡ്സെ നൽകുന്ന മറുപടി ഈ രാജ്യത്തെ മതനിരപേക്ഷത മനസ്സിലേറ്റുന്ന മനുഷ്യർ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. മറുപടി ഇതാണ്: ദ റീസൺ ഈസ് പൊളിറ്റിക്കൽ, പ്യൂർലി പൊളിറ്റിക്കൽ, പൊളിറ്റിക്കൽ അലോൺ. രാഷ്ട്രീയമാണ് കാരണം, രാഷ്ട്രീയം മാത്രം. അപ്പോൾ ആ രാഷ്ട്രീയം എന്തെന്നറിയണമെങ്കിൽ ഗോഡ്സെയുടെ രാഷ്ട്രീയം അറിയണം. ഞാൻ RSS ആണെന്ന് നിരവധി തവണ പറഞ്ഞ ഗോഡ്സെയാണ് രാഷ്ട്രപിതാവിന്റെ ജീവനെടുത്തത്. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേര് RSS എന്നുമാണ്. 1948 ഫെബ്രുവരിയിൽ ഇതേ തുടർന്ന് ഈ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചു. 1948 ജൂലൈ മാസം ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എഴുതിയ കത്തിൽ തെളിയുന്നുണ്ട് ഗാന്ധി വധത്തിലെ RSS പങ്ക്. ആ കത്തിപ്രകാരമാണ് RSS എന്ന സംഘടനയുടെ പ്രവർത്തനം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ്. ഇതുകൊണ്ടും കഴിഞ്ഞില്ല. പട്ടേൽ സെപ്റ്റംബർ മാസത്തിൽ ഗോൾവോൾക്കർക്ക് അയച്ച കത്ത് ചരിത്രത്തിന്റെ ഭാഗമാണ്. RSS ഒഴുക്കിയ രക്തമാണ് ബാപ്പുവിന്റെ ജീവനെടുത്തത്. ബാപ്പുവിന്റെ വധത്തോടെ ജനങ്ങളും സർക്കാരും RSSനെ വെറുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഗാന്ധി വധത്തെ തുടർന്ന് മധുര പലഹാരം വിതരണം ചെയ്ത RSS നടപടി അംഗീകരിക്കാനാകില്ല. ഇന്ന് ഈ ദിവസം ഒരു പള്ളി തകർത്ത് അമ്പലം പണിയുന്ന പ്രതിഷ്ഠാ ചടങ്ങ് അയോധ്യയിൽ നടക്കുമ്പോൾ ഹേ റാം എന്ന നിലവിളി രാജ്യമോർക്കണം. അവിടെ മുഴങ്ങുന്ന ജയ് ശ്രീറാം വിളികൾ ആത്മീയതയുടേതല്ല, ഇന്ത്യയുടെ മതേതര മനസ്സിന്റെ ആർത്തനാദമാണ്. ആ രാമൻ വിശ്വാസിയുടേതല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘപരിവാർ പണിശാലയിൽ വാർത്തെടുത്ത തെരഞ്ഞെടുപ്പായുധം മാത്രമാണ്. ഈ നിമിഷം ഒരു നിലപാട് കൂടി പറയാൻ ഈ സമയമെടുക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരെന്ന് നരേന്ദ്രമോദി പറഞ്ഞ 130 കോടി ജനങ്ങളിൽ ഞാനും എന്റെ സഹപ്രവർത്തകരുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല.